ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പോൾ 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്ക് അതിന്റെ 9ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് കൂടെ തന്നെ പോകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി നാളേക്ക് പഠിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് ഓൾറെഡി നമ്മുടെ ഫിസിക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി കെമിസ്ട്രിയുടേതാണെങ്കിൽ മൊഡ്യൂൾ 3യിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് നാളെ നമുക്ക് വാട്ടർ പൊല്യൂഷനും അതുപോലെ തന്നെ എനർജി ആൻഡ് എൻവയോൺമെന്റ്, അതിനകത്ത് സോഴ്സസ് ഓഫ് എനർജി പറയുന്നുണ്ട്, കോൾ, പെട്രോൾ, അങ്ങനെയുള്ള സോഴ്സസ് ഓഫ് എനർജി, ആ ഒരു ടോപ്പിക്. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷന്റെ വീഡിയോയും അതുപോലെ തന്നെ ഈ പറയുന്ന എനർജി ആൻഡ് എൻവയോൺമെന്റ്, സോഴ്സസ് ഓഫ് എനർജി, ആ ഒരു കണ്ടന്റും കൂടെ ടോട്ടൽ നമ്മുടെ ചാനലിനകത്തുള്ള വീഡിയോസിലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 40 മിനിറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഈസിലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പൊല്യൂഷൻ കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് വരുന്ന കുറച്ച് ടെക്നിക്കൽ ടെർമിനോളജീസ് ഓർത്തു വെക്കേണ്ടി വരുമെന്ന് മാത്രം. ഇനി അടുത്തത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് മാത്സ് ആണ്. മാത്സ് 5th മൊഡ്യൂൾ ഇന്നത്തോടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്കിനി 4th മൊഡ്യൂളാണ് പെൻഡിങ് ഉള്ളത്. 4th മൊഡ്യൂളിലെ ഏകദേശം ഒരു 3/4 പാർട്സും നമ്മൾ കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് എനിക്ക് എന്താ പറയാ, ഞാൻ വിചാരിച്ചതിനേക്കാൾ മുൻപ് 4th മൊഡ്യൂള് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. മേ ബി 1 or 2 ഡേയ്സ് അത്ര മാക്സിമം എനിക്ക് വരുള്ളൂ. ആ ഒരു പ്രോബബിലിറ്റിന്റെ കുറച്ച് ടോപ്പിക്സ്, പ്രോബബിലിറ്റി മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടെ വരുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിന്. 12 മാർക്സ് അല്ലേ അതിനകത്ത് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 4th മൊഡ്യൂളിലേക്ക് എൻ്റർ ചെയ്യാണ് നാളെ ചെയ്യേണ്ടത്. ഒരു 45 മിനിറ്റ്സ് പഠിച്ചാൽ മതി. അതിനകത്ത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വരുന്ന മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ലീനിയർ റിഗ്രഷൻ ആൻഡ് ബേസിക്സ് ഓഫ് പ്രോബബിലിറ്റി സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അതിനകത്ത് ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കി വെക്കുക. അങ്ങനെ 2 വീഡിയോസ് ആണ് നമ്മൾ നാളെ മാത്സിൽ നോക്കുന്നത്. അപ്പം ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആണ്, ലെസ് ദാൻ 45 മിനിറ്റ്സ് ആണ് ഈ കണ്ടന്റ്സ്, ഈ വീഡിയോസ് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 hour and 15 മിനിറ്റ്സ്, അത് 1/4 hours നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്സിന് വേണ്ടി മാത്രമായിട്ട് ചെലവഴിക്കാം. അല്ലെങ്കിൽ 2 hours, let it be 2 hours. 2 hours നിങ്ങൾ മാത്സിന് മാത്രമായിട്ട് ചെലവഴിക്കുക. ദെൻ ഒരു 1 hour എങ്ങാനും കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ദെൻ ബാക്കി വരുന്നത് ഈ 2 സംഭവത്തിൽ നിന്നും പഠിച്ച സംഭവങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവറായിട്ട് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഒരു റിവിഷൻ കൈൻഡ് ഓഫ് പർപ്പസ്. അങ്ങനെ 4 hours നിങ്ങൾക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് 4-ാം തീയതിയാണ് ഹാൾ ടിക്കറ്റ് വരും എന്ന് അറിയുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അപ്പം 4-ാം തീയതി മുതൽ ഞാൻ നിങ്ങളുടെ വേറൊരു ഷെഡ്യൂളാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഒരു 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്ക് എന്ന് പറയുന്നതിലെ ഫസ്റ്റ് ലാബ് ഞാൻ February 3rd കൂടെ അവസാനിപ്പിക്കുക. അതായത് എൻറ്റയർ സബ്ജക്ട്സ്, 3 സബ്ജക്ട്സ്, എത്ര മൊഡ്യൂൾസ് ഉണ്ടോ, 11 മൊഡ്യൂൾസ് ഇൻ ടോട്ടൽ, അത് നമുക്ക് അതിന്റെ ഫസ്റ്റ് ലാബ് നമുക്ക് 3-ാം തീയതിയോട് കൂടെ തീർക്കണം. അതെന്തായാലും പറ്റും. ഇപ്പോഴത്തെ ആ പേസിൽ പോകുന്ന, ഇതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു പേസിൽ പോകുന്ന കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നത് കൊണ്ടുള്ള അറിവിൽ ഞാൻ പറയുവാണ് കൂടെ പോവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത്. എന്തൊക്കെ എപ്പോഴൊക്കെ പഠിക്കണം എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അതിൽ നിന്ന് കുട്ടികൾ മോട്ടിവേറ്റഡ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ നോയിങ് ദാറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ February 3rd വരെയാണ് ആ ഫസ്റ്റ് ലാപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 4th onwards നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. ഒരു 2 വീക്സിന്റെ 14 days ആണല്ലോ വരുന്നത്. 18th നമുക്ക് എക്സാം വരുന്നത്.
അപ്പം ആ ഒരു 2 വീക്സിനുള്ള പ്ലാന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള. നിങ്ങളപ്പോ എന്താണ്, ഒരു കാരണവശാലും ഒരു കോംപ്രമൈസും ചെയ്യാതെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എലമെന്റ്സ് എല്ലാം വഴിയിൽ നിന്ന് അങ്ങ് തട്ടിക്കളഞ്ഞ് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഫ്യൂ മോർ ഡേയ്സ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വെച്ചാൽ സംഭവം തീർന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അത് ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ളത് കൂടെ പോവും. ഓക്കെ, അതും പറഞ്ഞ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നു, നല്ല ടെൻഷൻ ഉണ്ട് മിസ്സേ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കേൾക്കുന്നു, ഇവിടെ ഇങ്ങനെ കേൾക്കുന്നു, പഠിച്ചതൊന്നും ഓർമ്മയില്ല എന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടത് എന്താണ്, കാമായിട്ട് കോൺസെപ്റ്റ് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. MCQs ആണ്. നിങ്ങൾ സബ്ജക്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ MCQs ഓപ്ഷൻസ് കാണുമ്പോൾ ഈസിലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അന്നേരം വെപ്രാളപ്പെട്ട് ആൻസർ എയും ബിയും സിയും ഒക്കെ അങ്ങ് ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ടിപ്സ് ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് ടിപ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠനം നടക്കട്ടെ. അപ്പൊ Day 9 നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. 4th ഓൺവേർഡ്സ് നമുക്ക് 2 വീക്സ് പ്ലാനിലേക്ക് കടക്കാനുള്ളതാണ്. സോ എങ്ങാനും പുറകിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്താ പറയാ, 3rd കൂടിയിട്ട് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 2 വീക്സ് സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ പെൻഡിങ് വരും. അറ്റ്ലീസ്റ്റ് വായിച്ചെങ്കിലും വീഡിയോസ് കണ്ടെങ്കിലും. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റഡി മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് കണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ ചിലർക്ക് വായിച്ചാലേ മനസ്സിലാവും, ചിലർക്ക് എഴുതണം, മറ്റു ചിലർക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഇറ്റ് ഡിപ്പെൻഡ്സ്. അതെനിക്ക് understandable ആണ്. So whatever method is comfortable for you, you follow that, and whatever content is comfortable for you, you follow that. എന്റെ കണ്ടന്റ്സ് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഇത് വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തന്നെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ ടൈം ഇതിൽ സ്പെൻഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, കുറച്ച് ഫ്യൂ ഡേയ്സിന്റെ നൈറ്റ്സിലെ സ്ലീപ്പ് ഒക്കെ പോവട്ടെന്നേ. നമുക്ക് അതൊക്കെ മേക്കപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ചൊന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തുക. അപ്പോ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.